ഷൈമാസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡായ പാനിപ്പൂരിയാണ്. പാനിപ്പൂരി നമുക്ക് എങ്ങനെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പാനിപ്പൂരി കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് റവ വെച്ചിട്ടാണ് നമ്മളിവിടെ പൂരി ഉണ്ടാക്കുന്നത്. അതിന് 2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 ഗ്ലാസ് റവയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ് നമുക്ക് വേണ്ടത്. വായിലിട്ട് കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ വെച്ചിട്ടാണ് ഇവിടെ പൂരി ഉണ്ടാക്കുന്നത്. നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നുള്ള് അപ്പക്കാരം, ബേക്കിംഗ് സോഡ, അതും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്നും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഒരു നുള്ള് ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അധികം തിളച്ച വെള്ളമൊന്നും എടുക്കണ്ട. നമുക്ക് കൈ കൊണ്ട് തൊട്ട പാകത്തിനൊരു ചെറിയ ചൂടുള്ള വെള്ളം മതി. അത് വെച്ചിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നോക്കി അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഗോതമ്പ് പൊടിയെക്കാട്ടും കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് റവ. അതുകൊണ്ട് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുഴച്ചിട്ട് നോക്കുക. ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം, കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എന്താ വെച്ചാൽ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇത് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് നമുക്കൊരു നനഞ്ഞ ഒരു ടവലിട്ടിട്ട് അത് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവും. നമുക്ക് അത്രയും നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിപ്പോൾ അതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് മാവ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിനി പരത്താൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാവെല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഞാൻ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി 2 തരത്തിലുണ്ടാക്കാം. നമുക്ക് ചപ്പാത്തിക്കല്ലിൽ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ, പ്രസ്സിൽ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ കല്ലിൽ വെച്ചിട്ട് എങ്ങനെയാണ് പരത്തുന്നതാണ്. മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് പരത്താം. നൈസ് പത്തിരിയുടെ ഒന്നും അത്രയും നൈസ് ആവണ്ട, കുറച്ചുകൂടെ കട്ടി ഉണ്ടായിക്കോട്ടെ. ഒരു കോയിൻ്റെ ഒക്കെ കട്ടി മതി. അപ്പോൾ ആ ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മൂടിയോ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കട്ടി കുറവ് മതി. എന്നിട്ട് ഇത് നമ്മൾ ഒരു നനഞ്ഞ തുണിയിലാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞ തുണിയിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച സൺഫ്ലവർ ഓയിലിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ ആ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഈ പൂരി. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വരണം പൂരി, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാവെല്ലാം നന്നായിട്ട് നിറച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് കാണിക്കുന്നത് നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഒരു 2 പേപ്പർ ഞാൻ പ്ലാസ്റ്റിക് പേപ്പറിൽ ഓയിലാക്കിയിട്ടുണ്ട്. അത് 2 ഭാഗത്തും ഒന്ന് തടവി നമുക്കതൊന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ചെറിയ ചെറീസിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ഉരുള മതി. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് 2 എണ്ണം ചെയ്യാം. ചെറിയ പൂരിയല്ലേ, അത് തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ 2 അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സമയം തന്നെ 2 പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്ത് എന്നെ സഹായിക്കാൻ മോളും ഉണ്ട് കേട്ടോ കൂടെ. അവൾ വീഡിയോഗ്രാഫറുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്നെ സഹായിക്കുന്നുമുണ്ട്. ഞങ്ങളിത് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ കസിന് പ്രഗ്നൻ്റ് ആയ സമയത്ത് പാനിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അവൾക്ക് എവിടെയും കിട്ടാനില്ല. ബംഗാളീസൊക്കെ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ പുറത്ത് അവരവരുടെ നാട്ടിൽ പോയല്ലോ. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. മോക്കും എല്ലാവർക്കും, മക്കൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ മോള് ഒരുപാട് സഹായിച്ചതാണ്. ഒരുപാട് പൂരി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ പാനി നോക്കാം. ഞാൻ 2 മുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമ്മളൊരു അരപ്പിടി പുതിനേൻ്റെ ഇലയും 1 പിടി മല്ലിൻ്റെ ഇലയാണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചത് ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പും ഇത് ചേർത്തിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കണം. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഇത് ജീരകം, നല്ല ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അത് ഇതാ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചാട്ട് മസാല ഞാൻ അതിന് വേണ്ടി വാങ്ങി വെച്ചതാണ്. നമുക്ക് ചാട്ട് മസാല ഇല്ലെങ്കിലും ഈ നല്ല ജീരകം പൊടിച്ചത് മാത്രം മതി കേട്ടോ. ചാട്ട് മസാല ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂണ് ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം നമുക്ക് എത്രയാണോ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടേ. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് മധുരമുള്ള പാനി ഉണ്ടാക്കാം. അതിന് നമ്മൾ 2 ശർക്കര അലിയിച്ചതാണ്. അതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് പാർന്നു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിൽ ചേർക്കുക. പിന്നെ നമ്മുടെ ആ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചത് അത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലെങ്കിൽ ചാട്ട് മസാല ചേർക്കണം എന്നില്ല, നമ്മൾ 2 പാനിയും കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ ചേർക്കുക. പിന്നെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുക, ആ മധുര ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല നോക്കാം. ഒരു 2-3 വലിയ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതാണ് ഞാൻ. ഒരുപാട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്ത്, ചെറുപയർ അല്ലെങ്കിൽ കടലയാണെങ്കിലും കുഴപ്പമില്ല, വേവിച്ചെടുത്ത് വെച്ചാൽ മതി. ഒരു വലിയ സവാള മുറിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് പാത്രം വളരെ ചെറുതായതുകൊണ്ട് ഞാനിനി പാത്രം ഒന്ന് മാറ്റേണ്ടി വരും. ഇനി നമുക്ക് കുറച്ച് ജീരകം, നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ജീരകം കുറച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചാട്ട് മസാലയും കുറച്ച് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചാട്ട് മസാല ചേർത്ത് ഞാൻ ഇനി അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും ഉപ്പും ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാത്രം എന്തായാലും മാറ്റിയിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മുളക് പൊടിയും ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയിട്ട്, ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കഴിക്കണതെന്ന് നോക്കണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാനിപ്പൂരി എങ്ങനെയാണ് കഴിക്കണതെന്ന്. നമുക്ക് നോക്കാം. മോളിതാ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം നമ്മൾ ആ പൂരിയുടെ സെൻറ്റർ പോർഷൻ കൈകൊണ്ട് ഒന്ന് ചെറുതായി ടാപ്പ് ചെയ്തിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസാല ചേർക്കുക. ഇതിൽ നമ്മൾ എരിവുള്ള പാനിയും പിന്നെ മധുരമുള്ള പാനിയും കൂടെ നിറച്ചിട്ട് കഴിക്കുക. ഇനി നിങ്ങൾക്ക് മധുരം മാത്രം ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ മധുരമുള്ള പാനി ഒറ്റയ്ക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളിഷ്ടത്തിന് കഴിക്കുക. അതാ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അനിയത്തിയുടെ മോള് നോക്കി നിൽക്കുന്നുണ്ട്. അവൾ ആദ്യം തന്നെ കഴിച്ച് അവൾ റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ മോള് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ തന്നെ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പാനിപ്പൂരിയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.